സാറേ മറ്റേ അത് ഞാൻ യൂട്യൂബിന്റെ ആ നിങ്ങൾ ആ ആ ലിങ്കിലേക്ക് കയറിയാൽ മതി. ഞാൻ അതിനെ ഇത് ചെയ്തിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതില് npm bycrypt, ഓക്കെ, bycrypt എന്നുള്ളത് കൊടുത്തു. അപ്പൊ എനിക്കിവിടെ npm bycrypt എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു അല്ലെ, നിങ്ങൾ ചെയ്തിട്ടുള്ളതല്ലേ? ഇപ്പൊ ഇതില് നമുക്ക് ബൈക്രിപ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം, പിന്നെ സോൾട്ട് കൊടുക്കണം. സോൾട്ട് 10 എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കണം. ഇപ്പൊ സോൾട്ട് 10 കൊടുക്കുമ്പോൾ അതിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പാസ്വേഡിനെ സ്ട്രോങ് ആക്കുക, അല്ലെങ്കിൽ എന്താണ് അതിനെ ഹാഷ് കോഡിലേക്ക് മാറ്റുമ്പോൾ 5ന്റെ താഴെ കൊടുത്താൽ അത് ഭയങ്കര ലോയാണ്. ഓക്കെ, 5ന്റെ മേലെ നമുക്ക് കൊടുത്താൽ ഒരു ആവറേജ് ആണ്. ഗുഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മിഡിൽ എന്ന് പറയുന്നത് 10 ആണ്. 10ന്റെ കൂടുതൽ കൊടുക്കും തോറും അത് കുറച്ചും കൂടി എന്താണ് സ്ട്രോങ് ആയിട്ട് വരും. അപ്പൊ സോൾട്ട് ആക്ച്വലി അതിനു വേണ്ടിയാണ്. നമ്മുടെ പാസ്വേഡ്സ് ബൈക്രിപ്റ്റ് ചെയ്യുമ്പോൾ സ്ട്രോങ് ആക്കാൻ വേണ്ടി സോൾട്ട് കൊടുക്കാം. അപ്പം റെക്കമെൻഡ് ചെയ്യുന്നത് 10 ആണ്. 10ന്റെ താഴെ പോകണ്ട, 10ന്റെ മേലെ പോകണമെങ്കിൽ പോകാം. അപ്പം മിഡിലായിട്ട് എപ്പോഴും 10 നിർത്തുന്നതാണ് നല്ലത്. സോ അതിൽ തന്നെ 2 ടെക്നീക്സ് ഉണ്ട്, നമുക്കിവിടെ കാണാം. ടെക്നിക് 1 എന്ന് പറയുന്നത് നമ്മളൊരു സോൾട്ട് ജനറേറ്റ് ചെയ്ത ശേഷം അതിലേക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ ആഷിനസ്, ഓക്കെ, ഹലോ, കേൾക്കുന്നില്ലേ? 11-ാം തീയതിയാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ മാറിപ്പോയി. ഓക്കെ, 11-ാം തീയതി. ഓക്കെ, 11:30 അല്ലേ? ശരി ശരി, അന്ന് ഇട്ടേക്കോ ഗ്രൂപ്പിലേക്ക്. ഒന്ന് ഇട്ടേക്ക് 11-ാം തീയതി ആയിട്ട് പോസിബിൾ. ശരി, എന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. സോ ഇവിടെ 2 ടെക്നിക്സ് ഉണ്ട് നമുക്ക്. ടെക്നിക് 1-ല് സോൾട്ട് ജനറേറ്റ് ചെയ്ത ശേഷമാണ് നമ്മളിവിടെ പോകുന്നത് ഹാഷ് കോഡ് ജനറേഷനിലേക്ക് പോകുന്നത്. ഇതാണ് ഹാഷ് കോഡ്. അപ്പോൾ ഇവിടെ ജെൻ സോൾട്ട് എന്നിട്ട് നമ്മൾ 10 കൊടുക്കുന്നു, അതിന് സോൾട്ട് ജനറേറ്റ് ആവുന്നു. ആ സോൾട്ട് നമുക്ക് നമ്മളുടെ ഹാഷിൽ പ്ലെയിൻ സോൾട്ടും പാസ്വേഡും കൊടുത്ത് സോൾട്ടും കൊടുത്ത് പിന്നെ അതിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് നിന്ന് ഹാഷ് കോഡിന് അല്ലെങ്കിൽ ഹാഷ് പാസ്വേഡിന് ഡാറ്റാബേസിലേക്ക് ഇടും. അതല്ല, ഓട്ടോജൻ എ സോൾട്ട് എന്നുള്ളതുണ്ട്, ടെക്നിക് 2. അതിൽ നമ്മൾ സോൾട്ട് ജനറേറ്റ് ചെയ്യണമെന്ന് പറയണ്ട. ബൈക്രിപ്റ്റിലേക്ക് ഹാഷ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ച് നമ്മളുടെ പാസ്വേഡ് കൊടുക്കാം, അതുപോലെ തന്നെ സോൾട്ട് കൊടുക്കാം. ദെൻ എനിക്ക് ഇതിപ്പോൾ ഇത് കിട്ടും. ഓക്കെ, ഹാഷ് പാസ്വേഡ് കിട്ടും. പിന്നെ ലോഗിനിലേക്ക് വരുമ്പോൾ നമ്മൾ കമ്പാരിഷൻസിലേക്ക് വരണം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് ആ ഇൻസേർഷൻ ഇതിലേക്ക് വരും. അപ്പം ഞാൻ ആദ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, സോ ഇത് ഞാനിവിടെ കോപ്പി ചെയ്തു. കോപ്പി ചെയ്ത ശേഷം ബാക്ക് എൻഡിൽ ഞാനിതിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. സോ CMD പുതിയൊരു ടെർമിനൽ എടുത്ത ശേഷം അതിൽ npm bycrypt ഇൻസ്റ്റാൾ ചെയ്തു. എനിക്ക് കൺട്രോളിൽ പോയാൽ മതി. അവിടെ ഞാൻ ഇതിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. കോൺസ്റ്റന്റ് bycrypt equal to require bycrypt. ബൈക്രിപ്റ്റിനെ കൊണ്ടുവന്നു. പിന്നെ ഇത് കണ്ടോ, ഈ നമ്മളെ ഡാറ്റാബേസ്. ഓക്കെ, ഈ കോഡ് ആക്ച്വലി നമുക്ക് ഇടേണ്ടത് ഇതിൻ്റെ ഉള്ളിലാണ്. bycrypt ഡോട്ട് ഹാഷ് സെക്കൻഡ് ടെക്നിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരും? നമ്മളുടെ പ്ലെയിൻ പാസ്വേഡ് വരും. ഒരു മിനിറ്റ്.
ഒരു മിനിറ്റ്.